ബാക്ക് ടു മൈ ഡ്രൈവിംഗ് സ്റ്റോറി. ഏപ്രിൽ 19-നാണ് എനിക്ക് 18 വയസ്സാവുന്നത്. ഏപ്രിൽ 21-ന് ഞാൻ ലേണേഴ്സ് എഴുതാൻ വേണ്ടി പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് മാമൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നതിനിടയിൽ എന്നെ നോക്കിയിട്ടൊരു ഡയലോഗ്, ഓ 18 ആവാൻ വേണ്ടി കാത്തിക്കലല്ലേ. ആ ഒരു ചോദ്യത്തെ ഞാനൊരു ചിരിയിൽ ഒതുക്കിയെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ അങ്ങേർക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീണ്ട ഒരു കാലയളവിന് ശേഷം ലൈസൻസ് കിട്ടുന്നു. ആസ് യൂഷ്വൽ ലാമിനേറ്റ് ചെയ്ത് പെട്ടിയിൽ. പിന്നീട് അങ്ങോട്ട് ആര് ചോദിച്ചാലും ലൈസൻസ് ഉണ്ട്, പക്ഷെ ഡ്രൈവിംഗ് അറിയില്ല. ഈ ഒരു ഡയലോഗ് എന്റെ കൂടെ പിറപ്പായി. എല്ലാം കഴിഞ്ഞ് ഞാൻ കളത്തിലിറങ്ങിയത് എന്റെ ഗുരുവിനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ്. അതെ, ഹബീബി കക്ഷിയാണ് എന്നെ ഒരു പ്രോ ഡ്രൈവറാക്കി മാറ്റിയത്. ഒന്നും എളുപ്പമായിരുന്നില്ല. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 10 തവണയെങ്കിലും ഞാൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ രാത്രിയിലും ഞാൻ പ്രാർത്ഥിക്കും, അയ്യോ രാവിലെ ആവല്ലേ. കാരണം രാവിലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും പരിശീലനം. അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക, സ്പീഡ് ആക്കുക, സ്ലോ ആക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, അവിടെ നോക്കുക, ഇവിടെ നോക്കുക. എല്ലാം എനിക്ക് ഒരുതരം ട്രോമറ്റൈസ്ഡ് ഫീൽ ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഡ്രൈവിംഗ് പഠിച്ചേ പറ്റൂ എന്നുള്ളത് എന്റെ ഹബീബിയുടെ ഒരു വാശിയായിരുന്നു. ആ വാശിയിലെ കക്ഷി അതിഗംഭീരമായി തന്നെ വിജയിച്ചു. യെസ്, ഞാൻ തരക്കേടില്ലാത്ത ഒരു അടിപൊളി ഡ്രൈവറായി. ഇനി എന്തിനാണ് ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് വിളമ്പിയത് എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഡ്രൈവിംഗ്. ഈ ഒരു സ്കില്ല് നമ്മളെ ഒടുക്കത്തെ ഇൻഡിപെൻഡന്റ് ആകും. ഒരാള് നമ്മളെ നോക്കി എന്താണീ ചോദിച്ചു കഴിഞ്ഞാല് എന്താടാ എന്നുള്ളത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചാൽ മതി. കോൺഫിഡൻസ്, പേഷ്യൻസ്, ടൈം മാനേജ്മെന്റ് എല്ലാത്തിലും റോള് വഹിക്കുന്ന ഒരാളാണ് ഡ്രൈവിംഗ്. പിന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിംഗ് വീലിൽ കൈയൊക്കെ വെച്ച് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. കണ്ടില്ലേ, 10 തവണ ക്വിറ്റ് ചെയ്ത് പോയ ഒരാളാണ് ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ചെയ്യുന്നത്. ഒരു തവണ ട്രാക്കിൽ കയറി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് വണ്ടിയും നമുക്ക് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ കണ്ണ്, കാല്, കയ്യ്, ചെവി, മനസ്സ്, ശ്രദ്ധ എല്ലാത്തിനെയും ഒരുപോലെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു സ്കില്ല് ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് പെട്ടിയിൽ വെച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, കണ്ണും പൂട്ടി കളത്തിലിറങ്ങാം, ഒരു പോരാളി ആവുക. അപ്പോ ഈ വീഡിയോ എന്നെ ഒരു പോരാളിയാക്കി മാറ്റിയ എന്റെ ഹബീബിക്ക് സമർപ്പിച്ചു കൊള്ളുന്നു. അപ്പൊ ശരി, ബൈ.